ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഡെലിവറി സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ അത് ഡെലിവറി സ്റ്റോറി കേട്ടോ. കാരണം ഞാൻ ഒരുപാട് ഞാൻ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് കേട്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് അനുഭവിച്ചത് ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് PM മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിൽ എന്തായാലും ഡെലിവറി സ്റ്റോറി പറയേ, എന്താ പകുതിയാക്കിയിട്ട് നിർത്തിയത്. ഞാൻ അതിൽ 100% ഉണ്ടെങ്കിൽ അതിൽ ഞാനൊരു 10% മാത്രമാണ് കേട്ടോ ഞാൻ ആ സ്റ്റോറിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്നെ കണ്ടാൽ തന്നെ അതിൽ അറിയുന്നുണ്ടാവും. അത്രയും ഞാൻ വീക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് 9th മന്തിൽ ഫസ്റ്റ് കാണിക്കാൻ പോയത് 2024 ഡിസംബർ 22 കേട്ടോ. ഞാൻ 9th മന്തിൽ അതിന് മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് 9th മന്തിൽ. അപ്പോൾ ഡോക്ടർ സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചെറുതായിട്ടൊരു കോംപ്ലിക്കേഷൻ കാണുന്നുണ്ട്, നീ എന്തായാലും 30 അല്ലെങ്കിൽ 31 അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ് January 6 ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് ഡോക്ടർ അത്ര നേരത്തെ? അപ്പോൾ ഡോക്ടർ എന്നോട് എന്താ പിന്നെ അതിൻ്റെ ഉള്ളിട്ട് വളർത്തണം എന്നൊക്കെ ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടാണ്. നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ വളാഞ്ചേരിയിൽ നിസാർ ഹോസ്പിറ്റലിൽ സൈറ ഡോക്ടറാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് അറിയുമെന്ന് തോന്നുന്നുണ്ട്. നിസാർ ഹോസ്പിറ്റലിൽ സൈറ ഡോക്ടർ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇത്രയും ലേറ്റായ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും January 6 വരെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞു. അപ്പം മോള് കുറച്ച് കയറിയിട്ടാണെന്ന് പറഞ്ഞു, അതായത് കുട്ടി കുറച്ച് കയറിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു ഓക്കെ ഇൻഷാല്ലാ. അപ്പം ഞങ്ങൾ 31 വരാൻ അങ്ങനെ 31 ആയി. അപ്പോൾ നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളും. അപ്പം ഞാൻ നല്ല ടെൻഷനായിരുന്നു കേട്ടോ. രാവിലെ മുതലേ കരയിലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര പേടിയുള്ളൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ UAE PV ചെയ്യാമെന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഫസ്റ്റിൽ PV ചെയ്യാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ എനിക്ക് അത് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു 8 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ PV ചെയ്യാമെന്ന് കെടുക്കും മോളേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ഈ PV എന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഞാൻ കിടന്നു. പക്ഷെ എനിക്കത് എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണെങ്കിൽ പറയും PV ചെയ്യൽ കേട്ടോ. അപ്പോൾ അങ്ങനെ PV ഒക്കെ ചെയ്ത് UAE ഇല്ല കേട്ടോ PV ചെയ്യൽ. ഞാനിപ്പോൾ ഒരു 8 മാസം വരെ UAE കാണിച്ചിട്ടുണ്ടായിരുന്നു. UAE ഇന്ന് വരെ എന്നെ PV ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ PV ഒക്കെ ചെയ്ത് അന്നൊക്കെ ഡോക്ടർ നോർമലാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ 31 ഫസ്റ്റ് കൊണ്ടുപോയി PV ചെയ്തപ്പോൾ ചെറുതായിട്ട് വികസിച്ചിട്ടുണ്ട്, എന്നാൽ ഓവറായിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ട്യൂബ് ഇടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ എത്തിയ പാട് എന്നോട് പറഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാക്സിയാണ് കേട്ടോ ചേഞ്ച് ചെയ്തത്, എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ടൺസുള്ള മാക്സിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടൺസുള്ള മാക്സിയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ട്യൂബ് ഇട്ടു കേട്ടോ. ട്യൂബ് ഇട്ടിട്ട് അവർ പറഞ്ഞ് ഇത് വികസനം കൂടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ട്യൂബ് ഇട്ടിട്ട് എന്നെ റൂമിലേക്ക് പറഞ്ഞയച്ച്. പിന്നെ എനിക്ക് അല്ലാഹു അക്ബർ പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രീം പെയിനായിരുന്നു കേട്ടോ. വേദന അങ്ങനെ എനിക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ബുദ്ധിമുട്ട് വെച്ചാൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് കേട്ടോ വേദന കൊണ്ട്. പക്ഷേ ഇന്നാട്ടോ വികസിച്ചിട്ടുമില്ല. വികസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബലൂണ് പോലെയാണ് കേട്ടോ അത് വികസിച്ചിട്ടുണ്ടെങ്കിൽ അത് ബലൂണ് പോലെ ആയിട്ട് അത് പുറത്തേക്ക് വരുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വികസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ നോക്കുന്നുണ്ട്, അപ്പോഴൊന്നും വികസിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നൈറ്റ് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തിട്ട് അവർ വീണ്ടും പറഞ്ഞ് ഇനി മോർണിംഗ് 4 മണിക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മോർണിംഗ് 4 മണിക്ക് പോയപ്പോൾ എൻ്റെ ട്യൂബ് വീർത്തിക്കുന്നു, പക്ഷെ വീണിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് ഊരാൻ പറഞ്ഞു. അങ്ങനെ അത് ഊരി ഒഴിവാക്കി. പിന്നെ പറഞ്ഞ് 6 മണിയാകുമ്പോഴത്തേന് വരാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടില്ല മരുന്ന് വെക്കാനാണെന്ന്. അങ്ങനെ 6 മണിക്ക് എന്നെ കൊണ്ടുപോയി ഫസ്റ്റ് ഒരു മരുന്നിട്ട് ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ തന്നെ എനിക്ക് വേദന വന്നിട്ടാണ് അല്ല. പക്ഷെ എനിക്ക് ഞാൻ അവിടുത്തെ സിസ്റ്റർമാർ നിങ്ങളോട് പറയാൻ ഏറ്റവും നല്ല സിസ്റ്റർമാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ടാവുള്ളൂ. ഞാൻ
എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അല്ല, ഒരു ഹോസ്പിറ്റലിൽ ഞാൻ അടിച്ചമർത്തുന്നില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് സിസ്റ്റർമാർ ഫ്രണ്ട്ലി പറഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലി ഉള്ള സിസ്റ്റർമാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ എനിക്ക് എന്താ പറയുകയാണ് കുറച്ചൊരു കരുത്ത് തന്നത് അവരായിരുന്നു. അപ്പം നമ്മൾ ഇസ്ലാം മതപ്രകാരം എന്താ പറയുക, ആയത്തുൽ കുർസി, അതുപോലെ കുൽഹു അല്ലാഹു, ഇഹ്ലാസ്, അങ്ങനെ ഓരോ സൂറത്ത് ഓതാൻ അവർ ഹിന്ദുസ് നമുക്ക് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളത് ഓത്, മോള് സലാത്ത് ചെല്ല്, മോളങ്ങനെ ചെയ്യും, മോളിങ്ങനെ ചെയ്യും. അപ്പോൾ എന്താ പറയുകയാണ്, ഒരു ശരിക്കും നമ്മൾ കെയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു കെയറിങ് ആയിരുന്നു കേട്ടോ അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളോടൊരു കാര്യം പറയാൻ ഞാൻ വിട്ട്, ട്യൂബ് ഇടട്ടെ ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചിട്ടാ. പക്ഷെ നല്ല പെയിനാണ് കേട്ടോ ട്യൂബ് ഇടൽ. ഒരു കണക്കിന് അത് ഇല്ലാണ്ടിരിക്കുകയാണ്. പക്ഷെ അതില്ലാണ്ടിരുന്നാൽ എനിക്ക് സിസേറിയൻ ആയിട്ടുണ്ടാവും കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതിനെ ട്യൂബ് ഇടട്ടെ ചോദിച്ചാൽ ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മാനെ അകത്തേക്ക് കൊടുന്ന്. അപ്പോൾ ഉമ്മാനോട് ഞാൻ കരഞ്ഞപ്പോൾ ഉമ്മാന് വേദന ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഉമ്മാൻ ട്യൂബ് ഇട്ടാളെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ട്യൂബൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ അവിടെ ഒരു സീൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞങ്ങളോട് വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് 6 മണിക്ക് മരുന്ന് വെച്ചിട്ട് പിന്നെ വെള്ളം പൊട്ടിച്ചു. പിന്നെ എനിക്ക് ഗ്ലൂക്കോസിൽ കൂടെ മരുന്ന് കയറ്റി. അങ്ങനെ മരുന്ന് കയറ്റി പിന്നെ എനിക്കൊരു 11 മണിക്ക് എനിക്ക് സഹിക്കുന്നില്ല കേട്ടോ വേദന. 11 മണി അവിടെ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് ടൈം. അപ്പോൾ എന്നോട് പറഞ്ഞ് ലേബർ റൂമിലേക്ക് മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഒരു ക്യാബിനാണ്, അതിൽ നിന്ന് സെക്കൻഡ് ക്യാബിനിലാണ് കേട്ടോ ഡെലിവറി വരുന്നത്. അങ്ങനെ ഡെലിവറിക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് 4 ഫിംഗർ അങ്ങനെ എന്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. 4 ഫിംഗറും ആയിട്ടുള്ളൂ, വികസനം ഇല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് വികസിച്ചു കേട്ടോ. പിന്നെ 8 ഫിംഗർ വരെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞ് അങ്ങനെ വീണ്ടും മരുന്ന് വെച്ചിട്ട് എന്താ പറയുക, പിന്നെ പകുതി വരെ മോള് പുറത്തേക്ക് വന്നിട്ട് പിന്നെ അങ്ങോട്ട് കയറി മുകളിലേക്ക് കയറിയിട്ടോ. മുകളിലേക്ക് കയറിയപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഇനി വെക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ് തീരുമാനമായി. കാലുവേദനയും തണ്ടൽ വേദനയും എങ്ങനെയാണ് ഈ ഡെലിവറിൻ്റെ വേദന എന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല ട്രപ്പേ അത്രയും. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ ഉമ്മാനെ ഒരുപാട് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ പറയുക, ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ ജെൻസിന് ഒരിക്കലും സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ ഒരിക്കലും ഈ വേദന അറിയില്ലല്ലോ അവർ. അപ്പോൾ ഉമ്മാനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറയുമെന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. ഞാൻ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ആലോചിച്ചത് എൻ്റെ ഉമ്മാനായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നുണ്ട് ടെൻഷനായാലും മേലേക്ക് കയറൂട്ടാന്ന് പറയുന്നുണ്ട്. പുഷ് ചെയ്യുന്ന ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് പിന്നെ ഞാൻ അവിടെ തളർന്ന പോലെ ഈ പുഷ് ചെയ്യാനൊന്നും എനിക്ക് വയ്യാണ്ടായി. അങ്ങനെ വാക്കിംഗ് പമ്പ് ഇട്ടിട്ട് കുട്ടീനെ എടുത്തിട്ട് പിന്നെ എനിക്ക് ബ്ലഡ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഫുള്ള് ബ്ലഡ് വെച്ചാൽ താഴെ വരെ ബ്ലഡ്. അപ്പം ഞാൻ ഡോക്ടറോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെ എൻ്റെ കയ്യിൽ ഫസ്റ്റ് തരണമെന്ന്. അപ്പോൾ എനിക്ക് മോളാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ മോളായാലും മോനായാലും എനിക്ക് ഹാപ്പിയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച് തന്നെ പടച്ചോനെ എനിക്ക് തന്നൊരു സന്തോഷമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം മോളെ എനിക്ക് തരണം, എൻ്റെ കൈ കൊണ്ട് ആദ്യം എടുക്കണം, എനിക്ക് ഉമ്മ വെക്കണം, അത് ആ ചോരോടുക്കാവണം എന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോരോടുക്ക ഞാൻ അവളെ ഫേസിൽ ഉമ്മ വെച്ച് ഞാൻ അവളെ കണ്ണ് നോക്കി എൻ്റെ കണ്ണിൽ ഒരുപാട് കരഞ്ഞിട്ടാ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാ കരയുന്നതെന്ന്. അപ്പം എൻ്റെ മറുകുട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് പുറത്തേക്ക് വന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ട് അവർ. അപ്പോൾ എൻ്റെ പകുതി ജീവൻ പോയി. പിന്നെ എന്താ പറയുക, പിന്നെ തുന്നലും, പിന്നെ എനിക്ക് ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 12:30 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഡെലിവറി, 12:39 അങ്ങനെ എന്തോ ആണ് എൻ്റെ ഡെലിവറി ടൈം. ആ ടൈമിൽ ഡോക്ടറിനെ ബാങ്കൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ കുട്ടീനെ എടുത്തതും. അതുപോലെ എന്താ പറയുക, നിങ്ങളോട് പറയാം, എനിക്ക് പറയാനറിയില്ല കേട്ടോ. ബ്ലീഡിങ് കൊണ്ട് അവർ മൂത്രത്തിൽ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂത്രത്തിൽ ട്യൂബൊക്കെ ഇട്ടിട്ട് എന്നെ അപ്പുറത്തെ റൂമിലേക്ക് കിടത്തി. എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ പുറത്ത് പോയിട്ടാണ്, ഞാൻ മാത്രം 5-6 മണി വരെ അതിൻ്റെ ഉള്ളിലിരുന്ന്
ഞാൻ ഒറ്റക്ക് മീൻസ് ഞാൻ ഒറ്റക്കല്ല, അവിടെ അന്ന് ന്യൂ ഇയർ ആണ് കേട്ടോ. ജനുവരി 1 കേട്ടോ മോളെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അവർക്കൊരു ഹാപ്പിനെസ്സും, അപ്പോൾ അവർ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കേക്കൊക്കെ കൊടുന്നു തരുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കേക്കൊന്നും വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം എന്നെ ഈ എന്താ പറയുക, ഈ യൂട്രസിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തതൊക്കെ എനിക്ക് മനസ്സിലിങ്ങനെ വന്നിട്ട് എന്താ പറയുക, കരഞ്ഞ് ഞാൻ ഇല്ലാണ്ടായിരുന്നിട്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ടും നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ യൂട്രസ് ക്ലീൻ ചെയ്യണം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, യൂട്രസ് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ മോൾക്ക് ടർക്കി എടുത്ത് കൊടുക്കണം കേട്ടോ. യൂട്രസ് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്നെ ICUലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴും അവർ ഓരോ ഡോക്ടർമാരായാലും നഴ്സുമാരായിട്ടും വന്നിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ബ്ലീഡിങ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ബ്ലീഡിങ് നല്ലോണം ഉണ്ട്, ശ്രദ്ധിക്കണം, തല ചുറ്റും താഴ്ത്തിറങ്ങരുത്. അപ്പം ഞാൻ ഇറങ്ങാനിങ്ങനെ നോക്കുന്നുണ്ട്, കാരണം എനിക്കൊന്ന് ഉമ്മാനെ കണ്ടാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പം മോൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞപ്പോഴൊന്നും എനിക്ക് ഇരിക്കാനൊന്നും വയ്യ കേട്ടോ, കാരണം അത്രക്ക് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. നിങ്ങളോട് പറയാൻ വാക്കിംഗ് പമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിച്ച് ഉണ്ടാവും കേട്ടോ, അത് എനിക്ക് അനുഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഞാനിങ്ങനെ ICUയിൽ കിടക്കുകയാണ്. പിന്നെ ഡോക്ടർ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബ്ലീഡിങ് കുറവുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ബ്ലീഡിങ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ ഉപ്പായാലും ഉമ്മായാലും ഇക്കടമ്മായാലും ഒക്കെ നല്ല കെട്ടിപ്പിടിച്ച്, പിന്നെ എൻ്റെ മാമി ഉണ്ടായിരുന്നു കേട്ടോ, ഉമ്മയുടെ ആങ്ങളുടെ വൈഫ് ഉണ്ടായിരുന്നു. അവരൊക്കെ എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ വെച്ചിട്ടാണ്. അപ്പോൾ തന്നെ അവരൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി വേദന പോയി. പിന്നെ അതിൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ആ ഒരു സീനൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, എന്നെ കൊണ്ടുവന്ന് ലേറ്റ് ആയപ്പോൾ തന്നെ ഉമ്മാക്കും എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ബ്ലീഡിങ് പോയിട്ട് 4 ഡബിളാണ് കേട്ടോ നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയില്ല, 4 ഡബിൾ പറയുമ്പോൾ അത്ര എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് അപ്പോൾ എൻ്റെ ബ്രദർ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച്, അപ്പോൾ എനിക്കൊരു തരിപ്പുള്ളൊരു വേദന എന്ന് പറയാം, പക്ഷെ കട്ടിൽ മേലൊന്നും ഇരിക്കാൻ വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് അവിടുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമർന്നിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും പക്ഷെ എന്നോട് 10 ഡേയ്സ് പാല്, മുട്ട, അതുപോലെ പഴം ഇതൊന്നും കഴിക്കരുത്, 10 ഡേയ്സ് 14 ഡേയ്സോളം അത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇറച്ചി, അതുപോലെ മീൻ, എന്താ പറയുക, ഓൺലി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സാണ് കേട്ടോ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്നിട്ട് എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് മെനു തന്നതും അതുപോലെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ അന്ന് മോർണിംഗ് വന്നിട്ട് പറഞ്ഞതും ഇതാണ് കേട്ടോ. ഇങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് വന്നിട്ടുള്ള ഇങ്ങനത്തെ ഫുഡൊന്നും ഇവൾക്ക് കൊടുക്കരുത്, എണ്ണ പലഹാരങ്ങളൊന്നും കൊടുക്കരുത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളത് ചടങ്ങ്, അപ്പോൾ അതൊന്നും കൊടുക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ മുറിക്കൽ കഴിഞ്ഞിട്ട് അവരെല്ലാവരും പോയി, ഉപ്പയും ബ്രദറും ഒക്കെ പോയപ്പോൾ പിന്നെ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് പകുതി ബ്ലഡും മീൻസ് ബ്ലീഡിങ് ആയിട്ട് താഴെ ഫുള്ള് ബ്ലീഡിങ് ആയിരുന്നു. ഞാനിങ്ങനെ നിന്ന് വിറക്കുന്ന, എനിക്ക് ബാത്റൂമിൽ പോകാനൊന്നും ഇരിക്കാനൊന്നും വയ്യ. നിന്നിട്ടൊക്കെ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു, മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് ആ ടൈം ആലോചിക്കാനും കൂടി വയ്യ. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു കേട്ടോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഇക്ക ഇക്കയുടെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെല്ലാവരും വന്ന് പിന്നെ ഒരു ഉച്ച ടൈം ആയപ്പോഴാണ് എന്നെ നോക്കണ ഇത്ത വന്നിട്ടുണ്ടായിരുന്നത്. സുബൈദ എന്നാണ് കേട്ടോ പേര്. എന്താ പറയുക, ആൾ അടിപൊളിയാണ് കേട്ടോ. എന്താ നിങ്ങളോട് പറയാം, മെൻ്റലി സപ്പോർട്ടായാലും ഒക്കെ നല്ല സപ്പോർട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. എന്നെ ഹെൽത്ത് കെയറിന് വന്നിട്ടുള്ള ആൾ 45,000 ആണ് കേട്ടോ അവളെ ചാർജ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള വർത്ത് ആളുണ്ട് കേട്ടോ, അതിനുള്ള വർത്ത്. അങ്ങനെ അപ്പോഴൊന്നും എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ തീരെ വയ്യ കേട്ടോ. സെക്കൻഡ് ഡേ ആണ്, തീരെ വയ്യ. ഫേസൊക്കെ ആകെ എന്തോ പോലെ ആയിരുന്നു, കണ്ണിൻ്റെ തടമൊക്കെ കറുത്തിട്ട്, കാരണം കരഞ്ഞിട്ട് നിങ്ങളോട് പറയാം, എനിക്ക് ഇനി പറയാൻ അവിടെ നിന്ന് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ
ഇത്ത വന്നപ്പോൾ തന്നെ ഒരുപാട് ഡ്രസ്സ് അലക്കാനുണ്ടായിരുന്നു. കുറേയൊക്കെ ഉപ്പ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാക്സി ബ്ലീഡിങ് ആയത് നമ്മൾ 2-3 ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ മാക്സിയാണ് കേട്ടോ ഞങ്ങളോട് പറയാൻ. 2-3 ഒഴിവാക്കി. പിന്നെ ഉപ്പ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് പറഞ്ഞിട്ട് ഉപ്പ കുറേ കൊണ്ടുപോയി. പിന്നെ അവിടെ വന്ന് പിന്നെ ഒന്ന് ഉച്ചക്ക് ഇത്ത വന്നപ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഇത്ത തിരുമ്പിട്ടു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ നമ്മൾ എല്ലാവരും ചായയൊക്കെ കുടിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പെയിന് സഹിക്കാൻ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വയ്യ കേട്ടോ. വാഷ്റൂമിൽ പോകുമ്പോൾ ഞാൻ വിറക്കാണ് നിന്നിട്ട്. അതുപോലെ എനിക്ക് ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ. ഫുള്ള് വിറയിലെന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാം എന്താ പറയുക, ഫുള്ള് വിറയിലിട്ടാ. അങ്ങനെ ഡോക്ടർക്കും മനസ്സിലാവണില്ല. ഡോക്ടറും എന്താണ് പ്രശ്നം എന്ന് അറിയില്ല. എന്നിട്ട് യൂറിൻ ഇൻഫെക്ഷൻ്റെ മെഡിസിൻ തന്ന്. അപ്പോൾ എനിക്ക് കുറേ സമാധാനമായി ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ഒഴിക്കുന്നൊരു യൂറിൻ ഇൻഫെക്ഷൻ, എനിക്ക് കിട്ടണില്ല, എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാനത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് തന്ന് അത് കുടിച്ചപ്പോൾ എനിക്ക് കുറേ സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കുടിച്ചിട്ട് കുറേ സമാധാനം വെച്ചാൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നൈറ്റ് എനിക്ക് ഉറക്കമില്ല കേട്ടോ. നൈറ്റ് വേദന എന്ന് വെച്ചാൽ എക്സ്ട്രീം വേദനയാണ്. വാഷ്റൂമിലോട്ട് പോയി വന്നാൽ ഞാൻ നിന്ന് കരയുക. പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യ, വിറക്ക് കിടന്നിട്ട് വേദന അത് വേറെ. അപ്പോൾ ഉമ്മ അങ്ങനെ പറയും, എന്താ പഠിച്ചോനെ തുന്നൽ വല്ല മിസ്റ്റേക്കും വന്നിക്കണമെന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുന്നുണ്ട്. ഉമ്മ അവിടെ നിൽക്കണ താത്ത എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇക്കാട് ഉമ്മ പോയിട്ടാ. പിന്നെ എൻ്റെ ഉമ്മയും ആ താത്തയും ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ എൻ്റെ ഉപ്പ എനിക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ട്, പിന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഉപ്പ ഉണ്ടാക്കിക്കൊണ്ട്, പിന്നെ എനിക്ക് നൈറ്റുള്ളത് അതും അതിൽ ചിലപ്പോൾ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വെക്കും. അവർ പിന്നെ പുറത്തുനിന്ന് കഴിക്കും. ഉമ്മയും ഇത്താദ്യം പുറത്തുനിന്ന് കഴിക്കൂട്ടാ. കാരണം നൈറ്റുള്ളതും കൂടി ഉണ്ടാക്കിയിട്ട് കൊണ്ട് ഉപ്പാക്ക് ടൈം ഉണ്ടാവില്ല. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തുനിന്നുള്ള ഫുഡ് വാങ്ങരുതെന്ന്. അപ്പോൾ ഉപ്പ പാവം എടപ്പാൾ അതായത് വട്ടംകുളമാണ് എൻ്റെ വീട് വരുന്നത്. വട്ടംകുളത്ത് നിന്ന് വളാഞ്ചേരി വരെ ഡെയിലി ഉച്ചക്ക് ഫുഡായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പുറത്തുനിന്ന് ക്യാൻറ്റീനൊന്നും കഴിക്കരുത്, ക്യാൻറ്റീനത്തെ ഫുഡ് ഹെൽത്തി അല്ല അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞത്. എനിക്ക് തരരുത്, എനിക്ക് ഒരു ഫുഡിൽ നിന്ന് ഒന്നിൽ നിന്ന് ഇൻഫെക്ഷൻ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, പിറ്റേന്ന് രാവിലെ ഇതൊക്കെ കഴിച്ചിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ പിറ്റേന്ന് രാവിലെ ഉണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയായപ്പോൾ ഉപ്പച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വിറയൽ തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് മരുന്ന് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കയറ്റിയിട്ടും എനിക്ക് വേദന നിൽക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താപ്പോൾ ഇത് വേദന നിൽക്കാത്തത്. എന്നിട്ട് നൈറ്റ് 2 മണിക്ക് ഉമ്മയും താത്തയും കൂടി പോയിട്ട് ഡോക്ടറോട് വിവരം പറഞ്ഞ് കോൾ ചെയ്തിട്ട് ഡോക്ടറോട് വിവരം പറഞ്ഞ് അവൾക്ക് ഇനി വേദന സഹിക്കില്ല, അവള് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞ്. അങ്ങനെ നിങ്ങളോട് പറയാൻ അന്ന് നൈറ്റ് മെഡിസിന് വീണ്ടും എടുത്തിട്ടാണ്. അപ്പോൾ അവിടെയുള്ള സിസ്റ്റർമാർ പറഞ്ഞിട്ട് ഏറ്റവും ഡോസ് കൂടിയ മെഡിസിനാണ് അവളെ ഹെൽത്തിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്, അവളോട് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ. അപ്പോൾ എന്നോട് വന്നിട്ട് സിസ്റ്റർമാർക്ക് എന്നെ കൺവിൻസ് ചെയ്യുന്നുണ്ട്, ഇനി മെഡിസിന് കഴിക്കല്ല, ഇങ്ങനെ കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ചൊന്ന് പിടിക്കുക, നീ വേദന ഒന്ന് സഹിക്കുക നീ പറയുമ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ട് 2 പറയാം കേട്ടോ.